എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കുറച്ച് ആള് പറ്റച്ച. ഞാൻ ഇപ്പം പറയാൻ പറ്റില്ല. ഞാനിപ്പം വാർത്ത കാണുമ്പോ ഒരു ചാവാലിപ്പട്ടി എന്തൊക്കെയോ കുരക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞങ്ങളെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ KSUവിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും മറുപടി കൊടുക്കാനൊന്നും പോവാൻ പാടില്ല. കാരണം ആ പേപ്പട്ടിയെ ജനങ്ങളൊക്കെ തള്ളിവിട്ടതാ. ഇപ്പൊ എങ്ങനെയെങ്കിലും ലൈവിൽ വരാൻ വേണ്ടി, അതായത് മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നായിക്കാട്ട് അദ്ദേഹത്തിന് വായിക്ക് തോന്നിയ കോതക്കവാട്ട് എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. വിവരം എന്ന് പറയുന്ന കഴുതക്കില്ല, അത് വിഷയം വേറെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് അദ്ദേഹത്തിന് കേസ് കൊടുക്കാനോ അങ്ങനെ അതിന് പുറകെ ഞങ്ങൾ ആരും പോവണ്ട. ആ പേപ്പട്ടി അവിടുന്ന് കുരച്ചിട്ട് അങ്ങ് പൊക്കോട്ടെ എന്ന് വെക്കുക. ഓക്കെ, ഞാനിത് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ PC ജോർജ് എന്ന് പറയുന്ന ഒരു കൊടിച്ചിപ്പട്ടി ഉണ്ടല്ലോ, അവൻ എന്ത് പറയുന്നത് നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. പക്ഷെ അവൻ ഞങ്ങളെ മൺമറഞ്ഞു പോയ ഒരു ഇന്ത്യ രാജ്യമാക്കി മാറ്റിയ ജവഹർലാൽ നെഹ്റുവാണ് ഈ രാജ്യം നശിപ്പിച്ചത് എന്ന് കല്ല് വെച്ചെന്നാണ് ശുദ്ധ അസംബന്ധ തമ്മാടിത്തരം പറയുന്നുണ്ട് മാധ്യമത്തോട്. എന്നിട്ട് പറയാ പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളെ മുമ്പിൽ ഒതുക്കണം. ആ കഴുതക്ക് ചരിത്രബോധം ഇല്ല. പിന്നെ ചാണകവും ഗോമൂത്രവും പിന്നെ സേവിച്ച് നടക്കുന്ന ഇവനോടൊന്നും മറുപടി പറയേണ്ട ആവശ്യവും ഇല്ല. ചരിത്രം അറിയുന്നവർക്കറിയാം. പിന്നെ പോലെ വേറെ എന്തൊക്കെയോ പറയുന്ന കേട്ട് മൺമറഞ്ഞു പോയ ഈ ഞങ്ങളെ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യത്തെയൊക്കെ പറയുന്നുണ്ട്. ആദ്യം അവനവന്റെ പിന്നെ തള്ളയോട് പോയി ചോദിക്ക് എന്റെ അപ്പൻ ആരാന്നുള്ള കാര്യം. മനസ്സിലായ? മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കി നടക്കാൻ വേണ്ടി ഈ കഴുതനെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആരെങ്കിലും ഏതെങ്കിലും സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ രാജ്യം ഉണ്ടാക്കിയ കോൺഗ്രസ് ഭിക്ഷയായി തന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പച്ച മലയാളത്തിൽ മറുപടി പറയാനും ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പം ഞാനത് പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് എൻ്റെ റിലേറ്റീവ് എൻ്റെ മെസ്സഞ്ചേഴ്സിലടക്കം ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പം പറയുന്നില്ല. ഇനി പറയേണ്ട സാഹചര്യം വന്നാൽ അത്തരക്കാരെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറയുകയും ചെയ്യും. കേട്ടാ, ചരിത്രബോധം ഇല്ലാത്ത കഴുതേ, നീ ചിന്തിക്കണം. ജവഹർലാൽ നെഹ്റു ഇന്ത്യത്തെ ആദ്യത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. മനസ്സിലായ? അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഭരണം എത്തുന്ന ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാം. രാജ്യത്ത് അന്ന് 40 കോടി ജനങ്ങളെ ഉണ്ടായിട്ടും പല കഴുത കൊടിച്ച് പറ്റി. ആ 40 കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ധാന്യങ്ങൾ പോലും ഇന്ത്യ രാജ്യത്തിന് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തുടങ്ങി വന്ന ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ 3ാം സ്ഥാനത്തേക്ക് തലയെടുപ്പോടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരമചട്ടെ നീ മനസ്സിലാക്കിക്കോ. നീ വലിയ കൊടവായരുണ്ടാക്കി കണ്ടവനെ എല്ലാവരും തെറിയും വിളിച്ച് നടക്കുമ്പോൾ എനിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. നീ എന്ത് MLA ആണോ? നിന്നെയൊക്കെ ജയിപ്പിച്ചവരെയൊക്കെ പച്ച മട്ടലി എത്തി അടിക്കണം കേട്ടാ. അങ്ങനെ ഇന്ത്യന്റെ ഒരു ചരിത്രവും ഹിസ്റ്ററിയും അറിയാത്ത ഇവനെയൊക്കെ പിടിച്ചിട്ടല്ലേ ഇക്കാലത്തിന് നിയമസഭയിലും ചീഫ് വിപ്പൊക്കെ ആക്കിയത്. അങ്ങനെ രാജ്യത്തിന്റെ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്
ആ 40 കോടി ജനങ്ങൾക്ക് അന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ ശതകോടീശ്വരനാ. അങ്ങനെ എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്കയിലടക്കം പോയിട്ട് അവിടെയൊക്കെ ഭിക്ഷയാചിക്കുന്നവരോ യാചിച്ചാണ് ഭക്ഷണം കൊണ്ടുവന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പട്ടിണി മാറ്റിയത്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇന്ന് ഒരു യുദ്ധമുണ്ടായാൽ പോലും ഇന്ത്യ രാജ്യത്തെ കരുതൽ എന്ന് പറയുന്നത് 30 വർഷം തിന്നേണ്ട ധാന്യങ്ങൾ കരുതലായി വെച്ച ഒരു രാജ്യം ഇന്ത്യ രാജ്യം. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പിൻഗാമികളായി വന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയ സമയം വരിക. അതിനുശേഷം വന്ന നിന്റെ ഈ ചാണകത്തിന്റെ ഈ പ്രധാനമന്ത്രി തള്ളി മറിക്കുന്ന ഇന്ത്യ വലിയ അങ്ങായനും ചാണകത്തില് പ്ലൂട്ടോണോ ഉണ്ടാ നോക്കി നടക്കുന്ന ഈ നാറികൾ എന്താ ചെയ്തെന്നറിയോ? റിസർവ് ബാങ്കിൽ രാജ്യത്തിന്റെ കരുതൽ പണത്തിൽ പോലും കൈയിട്ട് വാരി നാക്കി. പരമചട്ടെ അറിയില്ലെങ്കിൽ നീ കേട്ടോ. റിസർവ് അതായത് രാജ്യത്തിന്റെ കരുതൽ പണമുണ്ട്. അത് എത്ര പ്രതിസന്ധി വന്നാലും ഒരു ഗവൺമെന്റും തൊട്ടിട്ടില്ല. അത് ഈ ചാണകത്തിന്റെ ഈ പ്രധാനമന്ത്രി കൈയിട്ട് വാരി. മനസ്സിലായ? ഇന്ത്യന്റെ മൊത്തം മുച്ചൂടും എന്താ പറയുക GDP അടക്കം തകർത്ത് തരിപ്പണമാക്കി നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട്. അങ്ങനെ രാജ്യത്തെ മുച്ചൂടും മുടിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അല്ല. ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി വെച്ച അതിനെ മുച്ചൂടും മുടിപ്പിച്ച് ഇപ്പോഴും കട്ടും വിറ്റും മുക്കി നക്കി നടക്കുന്നതൊക്കെ ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി വെച്ചതാ. പരമചട്ടെ എനിക്കറിയില്ലെങ്കിൽ അങ്ങോട്ട് കേട്ടാ. ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഇവർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ജുഡീഷ്യറി അടക്കം, മിലിറ്ററി ഫോഴ്സ് അടക്കം, പിന്നെ ഉന്നത വിദ്യാഭ്യാസം അടക്കം, അങ്ങനെ രാജ്യത്തിന്റെ സീപോർട്ടുകൾ, എയർപോർട്ടുകൾ, ഇങ്ങനെ വേണ്ട രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയത് ഈ ജവഹർലാൽ നെഹ്റുവാ. മനസ്സിലായത് എനിക്ക്? പരമചട്ടെ നിന്റെ ഈ ചാണകം തീനികളല്ല. ഇവരൊക്കെ വന്നതിന് ശേഷം ഈ ചാണകം തീനികൾ മുഴുവൻ വിറ്റ് ഇനി എന്നാൽ പാർലമെന്റ് മാത്രം ഉണ്ട് വിൽക്കാൻ. ബാക്കി എന്നാലുള്ള രാജ്യത്തിന്റെ എല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളും കൊടുത്തില്ലേ? പ്രൈവറ്റിന് കൊടുത്തില്ലേ? എന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിട്ട് അവിടെ സാധിക്കുക ഇവരെ നശിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാ. പിന്നെ പിണറായി മുഖ്യമന്ത്രിക്ക് കേസെടുക്കാൻ ധൈര്യമുണ്ടോ? അത് അയാളോട് ചോദിക്കുക. അയാൾ കേസൊന്നും എടുക്കൂല. അതുകൊണ്ടാണല്ലോ നീയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഈ പച്ചക്കളവും ഈ പച്ച വർഗീയതയും പറഞ്ഞു കൊടുക്കുന്നത്. നീ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ വെല്ലുവിളിക്കുക. നീ കർണാടകത്തിൽ പോയിട്ടൊന്ന് പറഞ്ഞൊക്കെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒന്ന് പോയി തൂക്കി എടുത്തിട്ട് കൂണ്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ജയിലിൽ കൊണ്ടുവിടുന്നില്ല. മനസ്സിലായി? ഇവിടെ ഇത് ചെയ്യൂല. ഇനിയിപ്പോ ഇതിങ്ങനെ പറഞ്ഞു കുറെ ആരെങ്കിലും കേസ് കൊടുത്തൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ ഒരു വെറ്റി കേസ് പേപ്പറിലിട്ടിട്ട് അങ്ങനെ പറയും PC ജോർജിനെതിരെ കേസ് എടുത്തു. അപ്പൊ കുറെ അന്തംഗമ്മിൽ പിണറായി നോക്കടാ പിണറായി കേസെടുത്തടാന്ന് പറയും. എന്ത് കേസ് എടുക്കുക? അതവിടെ എഴുതി വെക്കും. അതിലെ കൂടി ഇപ്പൊ ഇതിലെ കൂടി തിരിച്ചിങ്ങ് വന്നിട്ടുണ്ടാവും പുള്ളിക്കാരൻ. അപ്പൊ ഇതുവെല്ലാം ഞങ്ങൾക്കറിയാം കേട്ടാ. അതുകൊണ്ട് വിവരം ദോഷം ആലങ്കാരികമായി കൊണ്ട് നടക്കല്ല. നിനക്ക് എന്ത് വേറെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ. ഇനി മുസ്ലിം വിരോധം വെച്ചിട്ടാണെങ്കിൽ നീ മുസ്ലിംസുകളെ പറഞ്ഞോ. നീ പറഞ്ഞാൽ ഒരു പൂടക്ക് പോലും ആരും വില വെക്കത്തില്ല എന്ന് പണ്ടേ തെളിയിച്ചതാ ഞങ്ങള്. മനസ്സിലായി? പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയ, ഇന്ത്യ രാജ്യത്തിനെ ഇന്ത്യ രാജ്യമാക്കി മാറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൺമറഞ്ഞു പോയ നേതാക്കന്മാരെ നിന്റെ വൃത്തികൊട്ട നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാർക്കാണം അപ്പുറം പറയാൻ ഞങ്ങൾക്കും നല്ലപോലെ അറിയാം. ചരിത്രം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലാണെങ്കിൽ നിന്റെ തെറിവാക്ക് പോലെയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് തെറിവാക്ക് പറയാൻ എനിക്ക് നല്ല പ്രാക്ടീസാ. മനസ്സിലായ? അതും എനിക്കും അറിയാം. നീ വിചാരിക്കണ്ട നിനക്ക് മാത്രമേ ഇതൊക്കെ അങ്ങ് വഴങ്ങും, നിന്റെ നാവിന് മാത്രമേ വഴങ്ങൂ എന്നുള്ള വിചാരമൊന്നും നിനക്ക് വേണ്ട. നീ പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തിട്ടും സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് കണ്ട് ആദ്യം നിന്റെ തള്ളയോട്, നിന്നെ ജനിപ്പിച്ച തള്ള ഇപ്പൊ ജീവനോട് ഉണ്ടെങ്കിൽ, ചത്തുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, പോയി ചോദിക്ക് നിന്റെ തന്തയാരാന്നുള്ള കാര്യം. എന്നിട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ട് വന്നാൽ മതി ജവഹർലാൽ നെഹ്റുവിന്റെ തന്തനെയും തള്ളനെയും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി. കേട്ടാ? നീ ലൈവിൽ നിൽക്കാൻ വേണ്ടി നീ വിവാദങ്ങൾ ഉണ്ടാക്കുന്നയാ. പൂടക്ക് പോലും വില വെക്കത്തില്ല കോൺഗ്രസ് പാർട്ടി. ഇതിപ്പോ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാം, നിന്നോട് 2 വാക്കെങ്കിലും സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ നിനക്കൊക്കെ ആര് മറുപടി പറയാനാ? ചരിത്രബോധമില്ലാത്ത കഴുത. എങ്ങനെ ഈ കഴുത പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ നശിപ്പിച്ചത് പിന്നെ ജവഹർലാൽ നെഹ്റു ആവുമല്ലോ? ഈ കഴുത നിനക്കും പ്രായം കുറെ ആയല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന 47 മുമ്പ് ജന്മം കൊണ്ടതായിരിക്കുമല്ലോ നീ അടക്കം എണ്ണിയതാണെന്ന് 40 കോടി ജനങ്ങൾ. ഇന്ത്യ ഒന്നും മണ്ണാക്കിലേക്ക് തള്ളാൻ തന്നെയാണ് രാജ്യത്ത് ഭക്ഷണം ഇല്ലാത്തത്. എന്നിട്ടാണ് ആ ശതകോടീശ്വരനായ മനുഷ്യന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഭക്ഷ്യധാന്യം കൊണ്ടുവന്ന് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് ഒരു നേരത്തെ അടിച്ചു കയറ്റിയിട്ട് നിനക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന ആളാണ് ആര്? ഈ ജവഹർലാൽ നെഹ്റു. മറിച്ച് നിന്റെ ഇപ്പൊ ഈ ചാണകങ്ങളാണ് അക്കാലത്തുണ്ടെങ്കിലേ ഒന്നും ഇങ്ങനെ നക്കുന്നുണ്ടാവും ബ്രിട്ടീഷുകാരന്റെ
മനസ്സിലായ? അതിന്റെ ആസനം നക്കുന്നുണ്ടാവും നീയൊക്കെ, മനസ്സിലായ? എന്നിട്ട് ഇപ്പൊ കേട്ട അവൻ ഇന്ന് വന്നിട്ട് പറയും കേസെടുത്തോ, ഇവിടെ നശിപ്പിച്ചത് ഞാൻ പറയുന്നില്ല വെറുതെ. രാഷ്ട്രീയ ബോധം വേണം ഇവനെയൊക്കെ അവലെ നേതാവ്. ഇത്ര വൃത്തികെട്ട് ഒരു ജന്മം ഇന്ത്യ രാജ്യത്തുണ്ടാവത്തില്ല ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചരിത്രത്തോടൊരു നീതി പുലർത്തണ്ടേ? എങ്ങനെയാ ഈ യൂസ്ലെസ് ഇങ്ങനെ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ് ഈ രാജ്യത്തെ നശിപ്പിച്ചതെന്ന്. എവിടെ കഴുത? ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പുള്ള ഇന്ത്യന്റെ ഹിസ്റ്ററി എന്ന് പറ നീ. അനി ജവഹർലാൽ നെഹ്റു അവിടെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഇന്ത്യന്റെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്കറിയണം. കഴുത അറിയോ നിനക്ക്? അറിയോ? അവിടെ നിന്ന് നശിപ്പിച്ചിട്ടാണോ ഇന്ന് ഈ കാണുന്ന ഇന്ത്യ ഈ കോടി ഉണ്ടല്ലോ, കോടി എന്നാന്ന് ഈ സകലമാനം വിൽക്കുന്നുണ്ടല്ലോ. ആരുണ്ടാക്കിയതാടാ? ആരുണ്ടാക്കി വെച്ചതാ? അത് പറ നീ. ഈ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പം വിൽക്കുന്നുണ്ടല്ലോ. വേഗം അങ്കിൾ ലേലം വിളിക്ക, ഇങ്ങ് അദാനിക്ക് കൊടുക്ക്, ഇങ്ങ് അംബാനിക്ക് കൊടുക്കുന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നില്ലേ? നിന്റെ കോണത്തിലെ ചാണകങ്ങൾ ഉണ്ടാക്കിയതാ? കോൺഗ്രസ് ഉണ്ടാക്കിയതാടാ? എനിക്ക് മനസ്സിലായ? എന്റെ ഇളക്കുക അവിടെ നിന്നിട്ട്. പിന്നെ വേറെന്താ പറഞ്ഞ്? എന്തോ ഒരു മുസ്ലിം പരാമർശം എന്റെ ഇടക്ക് നടക്കുന്നുണ്ട്. ഭാരതത്തിനെ സ്നേഹിക്കണം, ഭാരതത്തിനെ സ്നേഹിക്കണം. ഇന്ത്യ എന്ന് പറയാൻ പാടില്ല, അത് ബ്രിട്ടീഷുകാരിട്ട പേരാ പോലും. അവിടെ ഭാരത സൗകര്യമില്ല. എന്റെ ചാണകങ്ങൾ ഇട്ട പേരാ ഭാരതം. വിളിക്കുന്നില്ല, പറയുന്നില്ല, ഇന്ത്യ എന്ന് തന്നെ പറയൂ. എന്താ നീ മൂക്കിൽ വലിക്കുവോ? നീ കേരളത്തിൽ അവരെ മൂക്കിൽ വലിക്കുവോ? എന്നാ നീ വലിക്ക്. 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരണം മാറുകടോ. നിന്റെയൊക്കെ വിചാരിച്ച എപ്പോൾ ഈ ചാണകങ്ങൾ തന്നെ അവിടെ കഴിയിരിക്കുന്ന, എപ്പോഴൊന്നും മിഷ്യനും തട്ടിപ്പും ഈ കള്ള വോട്ടിലെ കൂടി ഒന്നും വരാൻ കഴിയത്തുന്നില്ല. ബോധമുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത്, അറിയുന്നീ കേട്ടാ? പിന്നെ വേറെന്താ പറഞ്ഞത്? ഏതോ ക്രിക്കറ്റിനകത്ത് പാകിസ്ഥാന്റെ വിക്കറ്റ് പിന്നെ വീണപ്പോ, പാകിസ്ഥാന് വിക്കറ്റ് വീണപ്പോ മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പോലും. അപ്പൊ അതങ്ങനെ തന്നെയല്ലേ പറയാ? അങ്ങനെ തന്നെ അള്ളാഹു ആണ് വലിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. കഴുത അങ്ങനെ പാകിസ്ഥാന്റെ വിക്കറ്റ് വീകുമ്പോ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ പറയാൻ പാടുള്ളൂ. കാരണം പാകിസ്ഥാൻ ഔട്ടാക്കിയല്ലേ നമ്മളെ ലക്ഷ്യം, അല്ലെ? ഇന്ത്യയിലെ ജയിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ ഒരാൾ ഔട്ടാവുമ്പോ അതങ്ങനെ പറയുന്നേ ചെയ്യാം. അപ്പൊ ഈ കഴുതക്കതിന്റെ അർത്ഥമൊന്നുമില്ല, ആരോ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വന്നങ്ങ് പറയന്നെ, അങ്ങനെ വന്ന് പറയന്നെ. അപ്പൊ കഴുത എന്തെങ്കിലും വന്ന് പറയുമ്പോ ഉണ്ടല്ലോ തലക്കകത്തുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാൻ അതിന്റെ അർത്ഥം എന്താണ്, ഇതെന്താണ് ഇവരെ ഉദ്ദേശിച്ചത്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വർത്താനം പറ കേട്ടാ. വെറു ചാണകത്തിന്റെ ഈ മറ്റേ മാരാർജി ഭവൻ എഴുതി തരുന്ന ഇതിങ്ങൾ പോയിട്ട് അങ്ങ് പറയുന്ന പറഞ്ഞാൽ അതും വായിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വന്ന് വിളമ്പല്ല. കാലയെല്ലാം മാറിയട കഴുത. ഇപ്പൊ എല്ലാവർക്കും എല്ലാം വിക്കിപീഡിയ അടക്കം എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഞെക്കിയാൽ മതി. ഏത് ഈ സോഷ്യൽ മീഡിയയിലോ ഈ നെറ്റിലോ ഒന്നും ഞെക്കിയാൽ മതി. അതും ഉണ്ടാക്കി തന്നതാരാ അറിയാ? ഈ ജവഹർലാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരാ കേട്ടാ. അതും മനസ്സിലാക്കിക്കോ. നീ ഇപ്പം ബില്ല് അങ്ങ് ഇടയ്ക്ക് നടന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ കൂടി എല്ലാം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിനുള്ള സാങ്കേതിക വിദ്യ ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ ഉണ്ടാക്കി തന്നതും നീ ആക്ഷേപിച്ച, നീ നശിപ്പിച്ച് എന്ന് പറഞ്ഞ ആ പിന്നെ നെഹ്റുവിന്റെ പിന്മുറക്കാർ ഉണ്ടാക്കി തന്ന ഈ സൗകര്യങ്ങൾ മുഴുവൻ കേട്ടാ. അതും നീ മനസ്സിലാക്കിക്കോ. ഓക്കെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്ന ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കുക. ഒരു കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ഒരു KSUവിന്റെ നേതാക്കന്മാരോ ഈ ചെറ്റന്റെ പിറകെ പോയിട്ട് സമയം കളയണ്ട. ഈ ചെറ്റൻ ഞങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അങ്ങനെ എത്രയോ ചാവാലി പട്ടികൾ പറ്റാതെ ഇങ്ങനെ ചുമരി നോക്കി കുരക്കുന്നുണ്ടാവും. അതുപോലെ അങ്ങ് തള്ളിയാൽ മതി. പിന്നെ പിണറായി കേസ് എടുക്കുവോ എടുക്കാതിരിക്കുവോ അതെന്തോ ചെയ്തു, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. പിന്നെ ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. എന്താണ് രാജ്യമെന്നും എങ്ങനെയാണ് ഇന്ത്യന്റെ വളർച്ച ഉണ്ടായതെന്നും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു, അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ കോൺഗ്രസ് ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെന്റ് ഈ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടാക്കിയെന്നും ബോധമുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ ജനങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ കഴുതി അവിടുന്ന് കുരച്ചോട്ടെ, അവനവന്റെ വൈക്കങ്ങ് വിട്ട് അതിന്റെ പിറകെ പോവണ്ട, അവനൊരു ഹൈലൈറ്റ് ആക്കി വെക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ ലൈവ് ചെയ്ത് പരമാവധി എന്റെ ഈ ലൈവ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ശ്രദ്ധയിലെത്തുന്നവരെ ഷെയർ പോട്ട് ചെയ്യട്ടെ. കാരണം അല്ലെങ്കിൽ അബദ്ധവശാൽ വികാരത്തിന്റെ പുറത്ത് ആരെങ്കിലും പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാധ്യമങ്ങൾ അന്ത്യചർച്ചയിൽ ഇതെടുക്കും, പിന്നെ അവർ ലൈവായി നിൽക്കും. മനസ്സിലായ?
അപ്പൊ അതങ്ങനെയല്ല. അപ്പൊ അത് ഞങ്ങളിത് അമുക്ക് വാക്ക് ചെവിക്ക് പുറത്തു വരുമ്പോൾ അങ്ങനെ എത്രയോ ചാവാലിപ്പട്ടികൾ കുരക്കുന്നുണ്ട്. ആ കുരയിൽ ഇവനെ അങ്ങ് ഉൾപ്പെടുത്തിയേ അത്രേ. അതുകൊണ്ട് ഇതിന്റെ പുറകെ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും നിയമ നടപടിയുമായിട്ടോ കാര്യങ്ങളായിട്ടോ സമരം ചെയ്യാനോ ഇവനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനോ ആരും പോവേണ്ട ആവശ്യമില്ല. അവിടുത്തെ കുറച്ച് അതങ്ങ് ഒക്കോട്ടെ. പിന്നെ പിണറായി വിജയൻ കേസെടുക്കുന്ന പറ്റി ഇവൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇനി കേസെടുക്കോ എടുക്കാതിരിക്കോ അതൊക്കെ ഗവൺമെന്റിന്റെ ഇഷ്ടം, ചോയ്സ്. പക്ഷെ ഇതൊന്നും പറഞ്ഞത് കൊണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഒരു രോമത്തിന് പോലും ഒരു ചുക്കും സംഭവിക്കത്തില്ല. അത് അയാളോട് ആ വൃത്തികെട്ടവനോട് പറയാ, ഞങ്ങളൊക്കെ ബാത്റൂമിൽ നിന്ന് കുളിച്ച് വരുമ്പോൾ തോർത്ത് വെക്കുമ്പോൾ ഒരു രോമം കൊഴിഞ്ഞു പോകുന്നുണ്ട്. അത്ര പോലും വില നിനക്ക് ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകരും തരുന്നില്ല. നിന്റെ വാക്കിനും അതിന്റെ എന്താ പറയുക കാഷ്ടിച്ച കാഷ്ടത്തിന്റെ വില പോലും നിനക്ക് ആ വാക്കിനും നമ്മൾ ആരും തരുന്നില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയാഭ്യാസങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.